നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കുന്നതായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ തന്നിരിക്കുന്നതായ ആദ്യത്തെ നമ്പർ 11 ആണ്. രണ്ടാമത്തേതായ നമ്പർ 55 ആകുന്നു. ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നമ്പറായ 11 അഥവാ 11 ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തണം എന്നും ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോകണം എന്നും പരാമർശിക്കുവാൻ സാധിക്കുന്നു. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ, നഷ്ടസാധ്യതകൾ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന ഒരു സമയം തന്നെയായി കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. അത് ധനപരമായ നഷ്ടങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ആകാവുന്നതാണ്. അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ അല്ലെങ്കിൽ അവിചാരിതമായ നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി തന്നെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. പല കാര്യങ്ങളിലും വിജയങ്ങൾ, അത് ശത്രുക്കൾക്ക് മേൽ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നും കാണുവാനായി സാധിക്കുന്നു. കുടുംബ സൗഖ്യം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നും കാണുവാനായി സാധിക്കുന്നു. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശത്രുക്കൾക്ക് മേൽ വിജയം നേടേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ജീവിതത്തിൽ ഉള്ളത്. കാരണം പല കാര്യങ്ങളിലും മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങളിൽ നിന്നും ശത്രുവിജയം നേടുന്നതിലൂടെ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. മനസ്സ് പല കാര്യങ്ങളാൽ അസ്വസ്ഥം തന്നെയാണ്. പലവിധ കാര്യങ്ങൾ സംഭവിക്കുന്നതിനാലും നിങ്ങൾക്ക് വിഷമങ്ങൾ നേരിടേണ്ടതായ സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. ദൂരദേശത്തേക്കുള്ള യാത്രകൾക്കുള്ള അവസരങ്ങൾ കൈവരിക, അന്യദേശവാസം സാധ്യമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. ചില കാര്യങ്ങളിൽ രോഗസാധ്യതകളുണ്ട് എന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം തന്നെയാകുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം. ചില കാര്യങ്ങളിൽ അപകട സാധ്യതകളുണ്ട്. എന്നാൽ ഭയം നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്നു എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളും ആലോചിച്ച് ഭയപ്പാട് നിങ്ങൾക്കുണ്ട്. അത് മിഥ്യാധാരണ മാത്രമാണ്. ഈ സമയം ധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് എന്ന് കാണുന്നു. വരവിനേക്കാൾ ചിലവ് വന്ന് ചേരുന്നു എങ്കിലും പല കാര്യങ്ങളിലും അത് കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ഉദ്ദിഷ്ടകാര്യസിദ്ധി, ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നടക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതുമാണ്. കർമ്മപരമായി അപ്രതീക്ഷിതമായ പുരോഗതി, കർമ്മവുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ, പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിൽ പുരോഗതി നേടുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിലും അത്തരം കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്ന് ആരോഗ്യ പുഷ്ടി ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതായത് ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ്. കുടുംബത്തിൽ അപ്രതീക്ഷിതമായി തന്നെ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ്. അധിക ചിലവ് ജീവിതത്തിലേക്ക് വന്നു ചേരാം. സ്ഥാനചലനങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും അതിലൊന്നും പതറാതെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാര്യ തടസ്സങ്ങളെ അകറ്റുവാൻ സാധിക്കും വിധം പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം.
ചില കാര്യങ്ങളിൽ മനോവിഷമം ഉണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. പ്രധാനമായും ധനപുഷ്ടി പോലുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. കർമ്മ പുരോഗതി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുക, കീർത്തി നേടുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ അതൃപ്തി നിങ്ങളെ ബാധിക്കാവുന്നതാണ്. അത് ബന്ധുക്കളുമായി ബന്ധപ്പെട്ടോ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. കൂടാതെ ഈ സമയം ചില അരിഷ്ടതകൾ നിങ്ങളെ ബാധിക്കും എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. കൃത്യസമയത്ത് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ചില കാര്യങ്ങളിൽ അപവാദം പോലുള്ള കാര്യങ്ങൾ കേൾക്കുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും പലരും നിങ്ങളെക്കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളുടെ നല്ല മനസ്സ് തിരിച്ചറിയുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. ഈ സമയം ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതിനൊപ്പം വന്നു ചേരുന്നതായ ആ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക. രണ്ടാമത്തെ നമ്പറായ 55 ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പല കാര്യങ്ങളിലും ചെലവുകൾ അധികരിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന ഇടത്ത് നിൽക്കുന്നില്ല എന്നതും നിങ്ങളെ ടെൻഷൻ വർദ്ധിപ്പിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ടെൻഷൻ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ഉള്ളതാകുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സമയം നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായി തീരുന്നു എന്നുള്ളതാണ്. കർമ്മരംഗത്ത് അനാവശ്യമായ ടെൻഷൻ അല്ലെങ്കിൽ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ പല കാര്യങ്ങൾക്കും വിഘ്നം സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ സമയം കളയുന്നു എന്നുള്ളതാണ്. കൂടാതെ ഈ സമയം പല പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് അഭിമുഖീകരിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതായി തന്നെ വരാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ മനോധൈര്യം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഏതൊരു കാര്യം വന്നാലും അത് നേരിടുവാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസം, നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളിലേക്ക് പകർന്നു നൽകും എന്നുള്ളതാണ്. അതല്ല എങ്കിൽ നിങ്ങൾ തകർന്നടിയുവാൻ അധികം സമയം വേണ്ടതില്ല എന്ന് കാണുവാനായി സാധിക്കുന്നു. അതിനാൽ മനോധൈര്യം, ഭയം അകന്ന് മനോധൈര്യം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്നുള്ളതാണ്. ചിലവുകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വരുന്നതായ സാഹചര്യങ്ങളുണ്ട്. എത്ര തന്നെ പണം കൈകളിലേക്ക് വന്നു ചേർന്നാലും തികയാത്തതായ അവസ്ഥയും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇത് പൊതുഫലം മാത്രമാണ് എങ്കിലും ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അനാവശ്യമായ ചിലവുകൾ കുറയ്ക്കുവാൻ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പല കാര്യങ്ങളും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കേണ്ടതായ സാഹചര്യം മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. ഒരു കാര്യത്തിലും കൂടുതലായും, അതായത് ആവശ്യത്തിൽ കൂടുതൽ ഒരു കാര്യവും നിങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഭാവിയിലേക്ക് പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യത്തിലേക്ക് നിങ്ങൾ കടക്കും എന്ന് കാണുന്നു. അധികം വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ പ്രധാനമായും കടന്ന് വരുന്നതാണ്. ചില കാര്യങ്ങളിൽ നിങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ്. കൂടുതൽ പ്രശ്നങ്ങൾ വേണ്ട എന്ന രീതിയിൽ ഒഴിഞ്ഞു മാറുവാനുള്ള നിങ്ങളുടെ ശ്രമം ഒരു പരിധിവരെയെങ്കിലും വിജയം കാണാം. പണവുമായി ബന്ധപ്പെട്ട സഹായം നിങ്ങൾ ഈ സമയം സ്വീകരിക്കാതെ, അല്ലെങ്കിൽ ചില വ്യക്തികളെ കൂടുതൽ മനസ്സിലാക്കാതെ അവരിൽ നിന്നും അത്തരം കാര്യങ്ങൾ സ്വീകരിക്കാതിരിക്കുന്നതാണ് ഗുണം എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. അതായത് വ്യക്തികളെ പൂർണ്ണമായും മനസ്സിലാക്കി തന്നെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ആത്മീയപരമായി പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്ന സമയം തന്നെയാകുന്നു. ആവശ്യമായ സഹായം നിങ്ങൾക്ക് ചില വ്യക്തികളിൽ നിന്നും, അറിയപ്പെടുന്ന വ്യക്തികളിൽ നിന്നും, അതായത് നിങ്ങൾക്കറിയാവുന്ന ചില വ്യക്തികളിൽ നിന്നും നിങ്ങളിലേക്ക് വന്നു ചേരാം എന്നും അത് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. എന്നാൽ മുൻപ് പരാമർശിച്ച കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. തോറ്റുപോയിടത്തു നിന്നും പല വ്യക്തികളും തിരിച്ചു വരികയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. ഒന്നിലധികം സമയം ഭഗവാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾക്ക് ഇപ്രകാരം സഹായം നൽകിയിട്ടുമുണ്ടാകാം.
അത്തരം ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ പോസിറ്റീവായി തന്നെ ഇരിക്കേണ്ടത് അനിവാര്യമാണ്. ആവശ്യമില്ലാത്തതായ കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല എന്നും കാണുവാനായി സാധിക്കുന്നു. ഇപ്പോൾ ദുഃഖിക്കുന്നു എങ്കിൽ അതിനു പിറകിൽ മറ്റൊന്നും ഉണ്ടാകില്ല. അതായത് ഇപ്പോൾ ഉള്ളതായ കാര്യങ്ങൾ മിഥ്യ മാത്രമാണ്. അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് അതെല്ലാം തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് പരിഹരിക്കുവാൻ സാധിക്കാത്തതായ പ്രശ്നങ്ങൾ നിങ്ങൾക്കില്ല എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. ഇപ്പോൾ ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വലുതായി തോന്നാം, എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ അത് ചെറിയ പ്രശ്നമായി മാറും എന്നുള്ളതാണ്. എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ട് എങ്കിൽ അതിൽ കൂടുതൽ നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾ വിശ്വസിക്കുന്നത് ശക്തി നിങ്ങളിലേക്ക് എത്തിച്ചു തരും എന്നും കാണുവാനായി സാധിക്കുന്നു. പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക.